കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങളിൽ കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ, നമ്മളൊരു അപകടം കാണുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ സ്തബ്ധരായി പോകാം, ഉറക്കെ നിലവിളിക്കാം, ചിലപ്പോൾ നമുക്കിവിടെ സ്വരം പുറത്തേക്ക് വരാതിരിക്കാം. പക്ഷെ എങ്കിലും ഭൂരിഭാഗം മനുഷ്യർ ഒരു അപകടത്തിൽ പെടുമ്പോഴോ അപകടം സംഭവിക്കുമ്പോഴോ വളരെ പെട്ടെന്ന് ഉറക്കെ നിലവിളിക്കും. നമ്മുടെ സുഹൃത്തുക്കളാകണമെന്ന് നിർബന്ധമില്ല, നമ്മുടെ ബന്ധുക്കളാകണമെന്ന് നിർബന്ധമില്ല. പക്ഷെങ്കിലും ആ സമയത്ത് നമ്മൾ അങ്ങനെയാണ്. ഇതുപോലെ തന്നെയാണ് ഒരു വ്യക്തി ഒരു സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ, ഒരു അത്യാവശ്യ സമയത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ സ്വരം അവൻ വിളിച്ചപേക്ഷിക്കുവാൻ ഇടവരുത്തും. ഒരു വെള്ളത്തിൽ മുങ്ങിത്താഴുന്നൊരു വ്യക്തി അല്ലെങ്കിൽ ഒരു അപകടത്തിൽ പെടുന്നൊരു വ്യക്തി രക്ഷയ്ക്ക് വേണ്ടി എന്തുമാത്രം സ്വരത്തിൽ, എന്തുമാത്രം ആഗ്രഹിച്ച് സർവശക്തിയും ഉപയോഗിച്ച് മറ്റുള്ളവരെ ആകർഷിക്കുവാൻ, പ്രത്യേകിച്ച് രക്ഷപ്പെടുത്തുവാൻ വേണ്ടി വിളിക്കുന്നുവോ, അതിനേക്കാളും വലിയ ഒരു ശക്തി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കുണ്ടാകണം. ദൈവം നമ്മളോട് പറയുന്നൊരു കൽപ്പനയുണ്ട്. നിങ്ങൾ ദൈവത്തെ എങ്ങനെ സ്നേഹിക്കണമെന്നാണ് ദൈവം നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മളെല്ലാവരും ദൈവത്തെ പൂർണ്ണ ഹൃദയം, പൂർണ്ണ ആത്മാവ്, പൂർണ്ണ ശക്തി, പൂർണ്ണ മനസ്സ്, അതായത് ഒരു പോയിന്റ്, 1% പോലും ബാക്കി വയ്ക്കരുത്. പൂർണ്ണ ശക്തി വേണം, പൂർണ്ണ മനസ്സ് വേണം. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ സർവ്വതും മറന്ന്, മറ്റുള്ളവരെ നോക്കാതെ, നമ്മുടെ സ്റ്റാറ്റസ് നോക്കാതെ, സഖ്യവൂസ് മരത്തിൻ്റെ മുകളിൽ പൊത്തിപ്പിടിച്ച് കയറിയതുപോലെ ആ പാവപ്പെട്ട 12 വർഷം രക്തസ്രാവം ബാധിച്ചൊരു സ്ത്രീ, അവൾ ആ തിരക്കിനിടയിലും വിശ്വസിച്ചുകൊണ്ട് കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലൊന്ന് തൊടാൻ അവൾ ആഗ്രഹിച്ച് കടന്നു വന്ന ധൈര്യമുള്ളതുപോലെ എല്ലാവരും വളരെ കാർക്കശ്യത്തോടെ ശബ്ദിക്കരുതെന്ന് പറഞ്ഞ ബർത്തിമിയോസിൻ്റെ ആ ഒരു അന്ധയാചകൻ ഉറക്കെ നിലവിളിച്ച് ദാവീദിൻ്റെ പുത്രായിന് കനിയണമെന്ന് പറഞ്ഞതുപോലെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നാം ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. ആ സ്വരം 10 പേര് കേൾക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷെ അവൻ്റെ വിളി, അവൻ്റെ ആഗ്രഹം അത് ദൈവം കാണുകയാണെങ്കിൽ, അതാണ് സങ്കീർത്തന പുസ്തകം 91-ാം അധ്യായം 15-ാമത്തെ തിരുവചനത്തിൽ നാം വായിക്കുന്നത്. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും, അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. പ്രിയമുള്ളവരെ, ഒന്ന് വിളിച്ചപേക്ഷിക്കാൻ ഒരു കൃപ അത് നമുക്കുണ്ടാകട്ടെ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു മനോഭാവത്തോടെ, ഈ ഒരു കൃപയോടെ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആത്മാർത്ഥമായി ദൈവത്തെ വിളിച്ചപേക്ഷിക്കാൻ ഒരു കൃപ നൽകണമേ എന്ന് താഴ്മയോട് പ്രാർത്ഥിക്കുന്നു. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് നിന്റെ സങ്കേതവും നിന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന നിന്റെ ദൈവവും അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നോനും സർവശക്തന്റെ തണലിൽ കഴിയുന്നോനും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.